ഞാനൊരു യൂട്യൂബേഴ്സിന്റെ ഒരു വളരെ അനാവശ്യം പറഞ്ഞ യൂട്യൂബേഴ്സിനെതിരെ പോയിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്? അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, ആ സ്റ്റേറ്റ്മെന്റിന് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ മോശമായിട്ട് ആയിരുന്നു. ഈ ഇപ്പോ ഈ ഇഷ്യൂലായ ഒരു സ്ത്രീ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട യുവ MLA-യുമായി ചേർത്ത് വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള പരാമർശം നടത്തി. അപ്പോൾ അവർക്കെതിരെ ഇതിനകത്ത് എന്തുകൊണ്ടോ പലപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത തരത്തിൽ എൻ്റെ പേര് പലയിടങ്ങളിലും ഒരു വെറുതെ എന്നെ ഒന്ന് ടാർണിഷ് ചെയ്യാം, എന്നെ ഒന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാം എന്നുള്ള മട്ടിൽ പല ഇടങ്ങളിൽ നിന്നായിട്ട് എൻ്റെ പേര് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് സത്യത്തിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ എൻ്റെ പേര് അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലീഗലി പോയിട്ടുണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ സൈബർ സൈബർ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ വശങ്ങൾ ഈ പറയുന്ന സൈബർ അറ്റാക്ക് ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ്ലി ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരെ കണ്ടുപിടിക്കാനോ എന്താ പറയാ, അത് കംപ്ലീറ്റ്ലി അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല, അതങ്ങനെ കംപ്ലീറ്റ് കൃത്യമായി നടക്കുന്നില്ല. അതിനകത്ത് ഈ IT ആക്ടിലെ ഭേദഗതി തന്നെയാണ് അവർ ദുരുപയോഗം ചെയ്യുന്നത്. അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ പേരിൽ എന്തും വന്ന് പറഞ്ഞു പോവുകയാണ്. പലപ്പോഴും ഇത് ബെയിലബിൾ ആണ്. അത് കാരണം ഇതിനകത്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി നമുക്ക് പ്രൂവ് ചെയ്തെടുക്കൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവർ പറയുന്നത് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള, ഞാൻ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത കേസിൽ അവർ പറയുന്നത് ലക്ഷ്മി പത്മ എന്നല്ല, ലക്ഷ്മി താമര എന്നാണ്. പിന്നെ നമ്മളാണെന്ന് പ്രൂവ് ചെയ്യാൻ നടക്കണം. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ അവരെ അല്ല ഉദ്ദേശിച്ചത് എന്നങ്ങ് അവർക്ക് പറഞ്ഞ് സ്ഥാപിക്കും. അങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. പത്മം താമര ആ രീതിയിലല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു ഞാനിപ്പോ ഈ മുഖമില്ലാത്ത ആളുകൾക്കെതിരെ ഒന്നും ഫൈറ്റിന് പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ചില യൂട്യൂബേഴ്സിനെതിരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും അത് കാരണം പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. അവരിപ്പോഴും സ്റ്റിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു.